ഒരു 18 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ദ ടു ലെജൻഡ്സ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സിനിമ പേട്രിയോട്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, രണ്ടുപേരും മോഹൻലാൽ ലാലേട്ടൻ എക്സ്പീരിയൻസ് ഓഫ് അറൌണ്ട് 45 years ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. മമ്മൂക്കയ്ക്ക് സംവെയർ നിയർലി 55 സംവെയർ നിയർ ടു 55 years ഓഫ് എക്സ്പീരിയൻസ്. രണ്ടുപേരുടെയും ഒരു എക്സ്പീരിയൻസ് തന്നെ എടുത്തു നോക്കുമ്പോൾ ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ്. അപ്പൊ ഈ രണ്ടുപേരും കൂടെ ഒരുമിക്കുമ്പോൾ ദ ഫിലിം വിൽ ബി എ ബ്ലോക്ക് ബസ്റ്റർ അല്ലെ? യെസ്, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ദിസ് ഫിലിം ഈസ് അമേസിങ്. ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് തന്നെയാണ് ഇത്. ഇഫ് യു ആർ എ ബിഗ് ഫാൻ ഓഫ് ദീസ് ടു, you gonna definitely love this film. Namaskaram everybody, welcome to my channel The Cheriyan Show. First of all, a big thanks to Mahesh Narayanan, ഈ ഫിലിമിലെ ഡയറക്ടർ. പുള്ളിയാണ് made this thing possible. രണ്ടുപേരെയും 18 വർഷം കഴിഞ്ഞ് നമ്മൾ ഒരു സ്ക്രീനിൽ ഒരു ഫിലിമിൽ കാണുന്നു. അതാണ് ഈ ഫിലിമിലെ ഏറ്റവും വലിയ USP. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ബട്ട് ഐ എം സ്റ്റിൽ വണ്ടറിങ്, 18 വർഷം, ഇറ്റ്സ് എ ലോങ് ഗ്യാപ്പ് അല്ലേ? 2 ഡെക്കേഡ്. എന്താ ഇത്ര സമയം എടുത്തത്? മേ ബി ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ആവാം, മേ ബി ഇത് രണ്ടുപേരും ഒരുമിക്കുമ്പോൾ ഒരു കിഡുക്കത്തി സ്റ്റോറി ലൈൻ വേണ്ടേ, അതായിരിക്കാം. ചിലപ്പം മേ ബി ഡേറ്റ്സിന്റെ അവൈലബിലിറ്റി ആയിരിക്കും. രണ്ടുപേരുടെയും ഡേറ്റ്സ് കിട്ടണം, ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായിരിക്കാം തേർഡ് റീസൺ ആയിരിക്കാം ഏറ്റവും വലിയൊരു കാരണം തന്നെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നിങ്ങൾക്കറിയാം, ഡേറ്റ ഇന്നത്തെ കാലത്ത് ഈസ് എവറിത്തിങ്. നിങ്ങളുടെ ഫോണിലുള്ള ഡേറ്റ, നിങ്ങളുടെ ലാപ്ടോപ്പിലുള്ള ഡേറ്റ, നമുക്ക് ഒരു ദിവസം എന്തോ ഒരു മെസ്സേജസ്, നമ്മൾ ഒരു ദിവസം എന്തോ ഒരു ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, നമ്മുടെ ഡ്രൈവ്സിലും, അങ്ങനെ പല കാര്യങ്ങൾ ഈ ഫോണിന്റെ അകത്താണ് എല്ലാം ഉള്ളത്. ഈവൻ പല മേജർ ആപ്ലിക്കേഷൻസ്, നമ്മൾ ബാങ്കിങ്, അങ്ങനെ പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഫോണുകൾ, കോളുകൾ നമ്മൾ ചെയ്യുന്ന അത് ലീക്ക് ആവുന്നു. അങ്ങനെ ഒരു സംഭവം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. വിത്തൗട്ട് ഈവൻ നിങ്ങൾ പോലും അവെയർ അല്ല, നിങ്ങളുടെ ഫോൺ ഓഫ് ആണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഓഫ് ആണ് എങ്കിൽ പോലും ക്യാമറകൾ ആർ ഓൺ. സംവൺ ഇസ് സ്റ്റിൽ വാച്ചിങ് യു ഈവൻ ഇഫ് യുവർ ഫോൺ, നിങ്ങൾ ക്യാമറ ഓപ്പൺ അല്ല, ഒന്നുമല്ല. ഒന്ന് ഓർത്ത് നോക്കിയ ആ ഒരു സംഭവം. ഇറ്റ് ഈസ് വെരി സ്കെയറി ആൻഡ് വെരി ഡേഞ്ചറസ്. അങ്ങനെ ഒരു സംഭവം വരുവാണെങ്കിൽ ആ ഉള്ള ആൾ ഈ ലോകം മുഴുവൻ കീഴടക്കി. കാരണം ഇറ്റ് ഈസ് ഒറ്റ മിനിറ്റ് മതി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ, ആ ആളെ ഖാലിയാക്കാൻ. ആ പുള്ളിയുടെ ബാങ്ക് അക്കൗണ്ട് ഖത്തം, പുള്ളിയുടെ ഒരു ഫോട്ടോസ് കാര്യങ്ങൾ വെച്ച് എന്തൊക്കെ നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാം, എല്ലാം ഭയങ്കര ഒരു വൾണറബിളായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം അത് ഒരു ഗവൺമെന്റിന്റെ ടെന്യൂറിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, ഈസ് ഫോർ ഡേറ്റ കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു സംഭവം. അതൊരു പ്രൈവറ്റ് കമ്പനി വന്ന് അത് ഈ സംഭവങ്ങൾ അവരുടെ പ്രോഫിറ്റിന് വേണ്ടി അവർ ഈ ഡേറ്റ ചോർത്താൻ തുടങ്ങുന്നു. മറ്റ് കോൾ സെന്റേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളായിട്ട് അവർ ഈ ഡേറ്റ ഫുൾ, ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഡേറ്റകൾ അവർ ലീക്ക് ചെയ്യുന്നു. അപ്പം ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു കഥ, അതുകൊണ്ട് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എനിക്ക് തോന്നിയത്. പിന്നെ എടുത്തു പറയുന്ന 2-3 സീൻസ് ഉണ്ട്. അത് ഒരു തിയേറ്ററിലുള്ള ഒരു എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് മമ്മൂക്ക ആദ്യം വരുന്ന ആ എൻട്രി സീൻ കിടു, അത് അടിപൊളിയായിരുന്നു. പിന്നെ ലാലേട്ടൻ വരുന്നത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാണ്. അത്ര നേരം നിങ്ങൾക്ക് ലാലേട്ടൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ലാലേട്ടൻ വരുന്ന ആ രംഗവും, ദാറ്റ് എൻട്രി വാസ് അമേസിങ്. പുള്ളിയുടെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, ദാറ്റ് വാസ് ലിഫ്റ്റിലുള്ള ഫൈറ്റ് സീൻ. മോനെ കിഡു സംഭവം എന്ന് വെച്ചാൽ കിഡു സംഭവം. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക് ബൈ സുഷിൻ ശ്യാം. പുള്ളിയുടെ ആകെ ഒരു പാട്ടേ ഉള്ളൂ, പക്ഷെ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന ഓരോ ബീജിയംസും മ്യൂസിക്കും ഇസ് അമേസിങ്. അടിപൊളി സംഭവം. പുള്ളി കോർപ്പറേറ്റ് രംഗത്ത് കയറുമ്പോൾ നമുക്കറിയാലോ, ട്രാൻസിനകത്ത് കണ്ട പോലെ ആ എനർജിയും ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള പുള്ളിയുടെ ഒരു ജമ്പും ആ പ്രസന്റേഷനും, കോട്ടിട്ട് കഴിയുമ്പോൾ പുള്ളി എനിക്കൊന്ന് ഒരു വേറെ ഒരു ലെവലാണ്. ആൻഡ് ചാക്കോച്ചൻ, The Chocolate Boy has nailed it again. പുള്ളിയുടെ പെർഫോമൻസ് വാസ് അമേസിങ്. ദെൻ നയൻതാര, വളരെ ചെറിയൊരു റോൾ ആണെങ്കിൽ പോലും പുള്ളിക്കാരി ഇതിൻ്റെ അകത്ത് കയറിയപ്പോ തൊട്ട് കിഡു. ഷീ വാസ് വെരി ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഫിലിം. സ്റ്റണ്ണിങ് പെർഫോമൻസ് വൈസ് ഈസ് വെരി നൈസ്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു സീൻ എന്ന് വെച്ചാൽ ലാലേട്ടനും മമ്മൂട്ടിയും കൂടെ ഒരുമിക്കുന്ന ആ ഒരു സീൻ. ഒരു കാർ ചേസ് ഉണ്ട്. ആ ചേസിന്റെ അകത്താണ് രണ്ടുപേരുടെ ഒരു ഒറ്റ ഫ്രെയിം.
അതൊരു കിട്ടുകാച്ചി സംഭവം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ഫിലിം നിങ്ങൾ തിയേറ്ററിൽ കണ്ടാലേ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ഫീല് കിട്ടും. കാരണം അവര് രണ്ടുപേരും കൂടെ ഒരു ഒറ്റ ഫ്രെയിം വരുന്ന സമയത്ത് കൈ അടിക്കാത്തവരും കൈ അടിക്കും പോലെ. എടുത്തു പറയേണ്ട ഫൈറ്റ് സീൻസ് ആർ കിഡു. കിഡു മോനെ കിഡു. ക്യാമറകൾ പോകുന്ന ഫ്രെയിം, ലെൻസ്, എത്ര ക്യാമറയാണ് ഈ ഫിലിമിൽ വെച്ചതെന്ന് പോലും. എവിടൊക്കെയാണ് ക്യാമറ പടപ്പടേന്ന് ഓരോ ഷോർട്സും കട്ട് 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 എന്ന് പറഞ്ഞ് എടുത്തങ്ങ് പോവാണ്. ഫൈറ്റ് സീൻസ് ആർ അമേസിങ്. ലാലേട്ടനും മമ്മൂക്കയുടെ രണ്ടുപേരുടെ ഫൈറ്റ് സീൻസ് കിഡു. അധികം നെഗറ്റീവ്സ് ഇല്ലെങ്കിലും എന്തൊക്കെയോ മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് ലാഗ് ആയ പോലെ എനിക്ക് തോന്നി. കുറച്ചൊന്ന് പടം ഒന്ന് വലിച്ചു നീട്ടുന്ന പോലെ തോന്നി. കാരണം 2 മണിക്കൂർ 50 മിനിറ്റിന്റെ ഫിലിമാണിത്. ഓൾമോസ്റ്റ് 3 hours. 3 hours. കാരണം ആദ്യമേ ഇതുപോലെ ഒരു ത്രെറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഒരു ചേസിലാണ്. അവസാനത്തെ രംഗം അതൊക്കെ എന്തായാലും പടം തുടങ്ങി എവിടെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് ഒരു തോന്നിയ ഒരു അവസാനമായിരുന്നു അത്. എവിടെയൊക്കെയോ എന്തൊക്കെയോ കുറെ അധികം ഇംപ്രൂവ്മെന്റ്സ് അതിൻ്റെ അകത്തും കാണാം. എവിടെയൊക്കെയോ അത് കുറച്ചും കൂടെ ഒന്ന് വൃത്തിയായിട്ട് എടുത്തായിരുന്നു. ദാറ്റ് സീൻ വുഡ് ഹാവ് ബീൻ, എൻഡിങ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. പിന്നെ ലാലേട്ടന്റെ റോള് ആ ഫിലിമിൽ എവിടെയോ ഒന്ന് കുറഞ്ഞു പോയ പോലെ എനിക്കൊന്ന് തോന്നി. ബാക്കി എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. പുള്ളിക്ക് കൊടുത്ത റോള് നല്ല കുറവ് സമയമുള്ള റോൾ ആണെങ്കിൽ പോലും അതൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു റോളായിരുന്നു. പിന്നെ ലാലേട്ടന്റെ ആ അവസാനിപ്പിക്കുന്ന ആ പുള്ളിയുടെ ഷോർട്സ്, അത് ഞാൻ അങ്ങനെ പറയുന്നില്ല, അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അത് വളരെയധികം ഷോക്കിംഗ് ആയുള്ള ഒരു സംഭവമാണ്. ബാക്കി ഇതൊക്കെ തന്നെ സിനിമ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ ഇടുക. എങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു കിടുക്കാച്ചി റിവ്യൂവിൽ കാണാം. അൺടിൽ ദെൻ, ടേക്ക് കെയർ.